ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിനായിട്ട് ബീട്രൂട്ടും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട്, ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അച്ചാറിടുന്നത്. അപ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടിനകത്തോട് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൊട്ടടുത്ത വീട്ടിലെ ആട്ടിൻകുട്ടിയുടെ കരച്ചിലും അതുപോലെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ അവിടുത്തെ പാട്ടും ഒക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത്. അത് ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ സോറി പറയുന്നു. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കടുകും ഉലുവയും അതുപോലെ കായം കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ച് അതുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ ബീട്രൂട്ട് അച്ചാറിൽ നമ്മൾ ഈത്തപ്പഴം അരച്ചത് ചേർത്ത് കൊടുക്കുക. എൻ്റെ ഈത്തപ്പഴം ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര വെച്ച് ചെയ്യുന്നത് മാത്രം. ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഞാനത് ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാറിൽ കുറച്ച് മതി കേട്ടോ. വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ വിനാഗിരിക്ക് ഒന്ന് ചൂടായി നമ്മുടെ അച്ചാറൊന്ന് കുറുകി വരണം കേട്ടോ. ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടെ ലൂസിൽ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒഴിക്കാം. ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ടും വിനാഗിരിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബായ്.